Hi guys, Sanika here. Welcome to my channel Lisa Tutorials. Okay, straight to the point. നമ്മൾ ചാനലിൽ ഓൾറെഡി CMA ഇന്റർ ഗ്രൂപ്പ് 2ൻ്റെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ 5th സ്റ്റഡി നോട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആണ് ടോപ്പിക്ക്. അതിൽ മെയിനായിട്ട് വരുന്ന 3 ടോപ്പിക്സ് ആണുള്ളത്. മെഷർമെൻറ്റ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ്, TQM ബേസിക് ടൂൾസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ദെൻ തേർഡ് വൺ ഈസ് IOS സ്റ്റാൻഡേർഡ് ബേസിസ്. ഇത് മൂന്നുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്, അതിന് മാത്രം ഒത്തിരി അങ്ങോട്ട് നോക്കാനൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ എന്താണെന്ന് നോക്കാം. മെഷർമെൻറ്റ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള എന്നാൽ ക്വിക്കായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വേ കണ്ടുപിടിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇറ തുടങ്ങിയ സമയത്ത് തൊട്ടേ എങ്ങനെയാണ് ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നതും. അങ്ങനെ ഒത്തിരി ടെക്നോളജിക്കലായിട്ടുള്ളതും സയൻറ്റിഫിക് ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ളതും ഡെവലപ്മെൻ്റ് എല്ലാം പ്രൊഡക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് ഉണ്ടായിട്ടുമുണ്ട്, നമ്മുടെ എക്കോണമിക്ക് ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ പുതിയ മെഷീൻസ് വന്നു, മെത്തേഡ്സ് വന്നു, ടെക്നോളജീസ് ഒക്കെ ഇൻവെൻറ്റഡ് ആയത് ഈ ഇൻഡസ്ട്രിയൽ ഫീൽഡിന് എന്താ പറയുക മെറ്റീരിയൽ ആൻഡ് മിഷൻസിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതിലൂടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിയാണ് പ്രൊഡക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രൊഡക്ടിവിറ്റി. ദെൻ അതുപോലെ തന്നെ 3 കൺസെപ്റ്റ്സ് ആണ് മെയിൻലി പ്രൊഡക്ടിവിറ്റിക്കുള്ളത്. പ്രൊഡക്ഷൻ സിസ്റ്റം മാനേജ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ആൻഡ് മെഷേഴ്സ് ഇറ്റ് സക്സസ് ആണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ 2 കൺസെപ്റ്റാണ്. മാനേജ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം ആൻഡ് മെഷർ ഇറ്റ് സക്സസ്, ഇത് രണ്ടുമാണ് പ്രൊഡക്ടിവിറ്റിയുടെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി, ഇറ്റ് ഈസ് എ ക്വാളിറ്റി ദാറ്റ് ഇൻഡിക്കേറ്റ്സ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും മെറ്റീരിയലിൻ്റെയും എനർജിയുടെയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ക്യാപിറ്റൽ, എനർജി, ലേബർ, മെറ്റീരിയലിൻ്റെ ഒക്കെ ക്വാളിറ്റീനെയാണ് പ്രൊഡക്ടിവിറ്റി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ആകുന്നു, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ നാഷണൽ ഇക്കണോമിക്ക് ഒരു സ്ട്രോങ്ങർ കോൺട്രിബ്യൂഷനും ആവുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി. പിന്നെ തേർഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കമ്പാരിസനാണ് പ്രൊഡക്ടിവിറ്റിയിലൂടെ സാധിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ ഈ പ്രൊഡക്ടിവിറ്റിയിലൂടെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫ്യൂച്ചർ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ എൻ്റർപ്രൈസ്, നമുക്ക് എൻ്റർപ്രൈസ് നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ കൺട്രോളും അതുപോലെ പ്ലാനിങ്ങും ചെയ്യാൻ വേണ്ടി ഈ കമ്പാരിസൺ സഹായിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് വീണ്ടും ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ റിലേഷൻഷിപ്പിനെ പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ അത് തന്നെയാണ് വീണ്ടും അടുത്ത 2 പാരഗ്രാഫിലും പറയുന്നത്. ദെൻ സിമ്പിളായിട്ട് നമുക്കൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ P = O/I എന്നുള്ളതാണ് ഇക്വേഷൻ. P is productivity and O is output and I is input. Productivity is equal to output by input. ഔട്ട്പുട്ടിനെ ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രൊഡക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഇക്വേഷനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് ടു ബീറ്റ് ദ കോമ്പറ്റീഷൻ. പ്രൊഡക്ടിവിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാൻ, അവരെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ഗൈഡ് ടു മാനേജ്മെൻറ്റ്. എന്താണ്, മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ളതും ടാക്റ്റിക്കൽ ആയിട്ടുള്ളതും പ്ലാനിങ്ങിലും അഡ്മിനിസ്ട്രേഷനിലും എല്ലാം
മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഈ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തത് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഗ്രസ്. എന്താണ്, പ്രൊഡക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഫേമിന് എത്ര പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. സോ പ്രൊഡക്ടിവിറ്റി പ്രോഗ്രസിൻ്റെ ഇൻഡിക്കേറ്റർ ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ട റിസോഴ്സസ് ലോ കോസ്റ്റിൽ മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി കൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റിയുടെ മറ്റൊരു കൺസെപ്റ്റ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് കീ ടു നാഷണൽ പ്രോസ്പെരിറ്റി. നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റ് കൂടും, ആ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എക്കണോമിക്കുള്ള പ്രോഗ്രസ്സും കൂടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സിക്സ്ത് വൺ ഈസ് പ്രോസ്പെരിറ്റി ഓഫ് ലേബർ. അതെന്താണ്, പ്രൊഡക്ടിവിറ്റി കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രൊഡക്ഷൻ കൂടിയല്ലോ, അപ്പോൾ ആ പ്രൊഡക്ഷൻ അത്രയും കൂടുതൽ ചെയ്തതിന് ലേബേഴ്സിന് കൂടുതൽ വേജസ് കിട്ടുന്നു അല്ലെങ്കിൽ സാലറി കിട്ടുന്നു, അങ്ങനെ ലേബേഴ്സിനും പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതർ യൂസേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും റിസർവ് ഫണ്ടും കൂടുന്നുണ്ട്, അതുപോലെ ഫേമിൻ്റെ ഗുഡ് വില്ല് നിലനിർത്താൻ അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് നമ്മുടെ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് കൂട്ടാനും പ്രൊഡക്ടിവിറ്റി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റിനെ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ആദ്യമേ തന്നെ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിറ്റ് ഇൻപുട്ട് കൂടുമ്പോഴും എത്ര ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യമേ പറയുന്നത്. പിന്നെ ചേഞ്ച് ഇൻ ഇൻപുട്ട് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, അതാണ് ആദ്യമേ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നത് ഇൻപുട്ട് കൂട്ടുന്നത് കൊണ്ടാണ്, ഇൻപുട്ടിൽ ചേഞ്ച് വരുമ്പോഴാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സം ഓഫ് ദ വെൽ നോൺ ഇൻഡെക്സസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ആർ ഗീവൺ ബിലോ. എന്താണ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ വെൽ നോൺ ഇൻഡെക്സസ് കുറച്ച് എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമേ തന്നെ മാൻ അവർ ഔട്ട്പുട്ട്, ഇതാണ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സസ്. അതിൽ ആദ്യമേ പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ബൈ ടോട്ടൽ മാൻ അവർ ആണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു അത് ഡിവൈഡ് ബൈ എത്ര മണിക്കൂർ എടുത്തു ഇത് ഉൽപ്പാദിപ്പിക്കാൻ എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ പ്രൊഡക്ടിവിറ്റി റേഷ്യോ ആണ് പറയുന്നത്. ഇതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡും നമ്മുടെ നെറ്റ് വർത്തും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. എന്താണ്, നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് പ്രൊഡക്ടിവിറ്റി റേഷ്യോ വഴി നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി റേഷ്യോയിൽ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് യൂസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോസ് ആണ്. അതായത് നമ്മുടെ ഫിനാൻഷ്യലി നമുക്ക് എത്ര ആഡഡ് വാല്യൂ ഉണ്ടായി, ലേബർ കോസ്റ്റ് എത്രയാണ്, കൺവേർഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളതൊക്കെ പരിഗണിക്കുന്നതാണ് പറയുന്നത്. അതിന് രണ്ട് കോമൺ ഇക്വേഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തേത് ആഡഡ് വാല്യൂ ബൈ ലേബർ കോസ്റ്റും രണ്ടാമത്തേത് ആഡഡ് വാല്യൂ ബൈ കൺവേർഷൻ കോസ്റ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അതർ വേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻ പവർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ് ഓർ മാൻ അവേഴ്സ് യൂസ്ഡ് ആണ് മാൻ പവർ പ്രൊഡക്ടിവിറ്റി. രണ്ടാമത് മെറ്റീരിയൽസ് പ്രൊഡക്ടിവിറ്റി, അതിലെന്താണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. ദെൻ തേർഡ് വൺ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ആണ്. അതിൽ ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ അസറ്റ്സ് എംപ്ലോയിഡ് ആണ് വരുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് എനർജി പ്രൊഡക്ടിവിറ്റി. അതിൻ്റെ അത് ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ കോസ്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് എനർജി യൂസ്ഡ് ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാതെ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുക ഈ വേസിലൊന്നും പറയാതെ ഇന്ന വേയിൽ എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി റേഷ്യോയിൽ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മാനവർ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് മെഷർ ഓഫ് പ്രൊഡക്ടിവിറ്റി എങ്ങനെയായിരിക്കും? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ലേബർ പ്ലസ് ക്യാപിറ്റൽ പ്ലസ് മെറ്റീരിയൽ പ്ലസ് അതർ ഇൻപുട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്മൾ എന്തൊക്കെ ഈ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വാല്യൂ കൂട്ടിയ എമൗണ്ടും കൂടെയാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടൂൾസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓർ ഹൗ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പഠിച്ചു കൊണ്ടാണ് നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വയം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ തന്നെ സ്വയം നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇത് വെച്ചിട്ട് ടൂൾസ് ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഹൗ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അതിൽ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ആസ്പെക്ട്സ് ആണ് പറയുന്നത്. അതെന്താണ്?
വർക്കേഴ്സിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? മാനേജ്മെൻറ്റ് ഡിസിഷൻസ് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ കമ്പനിയും വർക്കേഴ്സും തമ്മിലൊരു മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ബെറ്റർ പ്ലാനിങ് ഓഫ് വർക്ക്, മോർ എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, മോർ ഡെമോക്രസി ഇൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഹ്യൂമൻ ആസ്പെക്ട്സിൽ പെടുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് ഇൻപുട്ട്. നമുക്ക് ആവശ്യമായ ഇൻപുട്ട്, ആവശ്യമായ ക്വാളിറ്റിയിലുള്ള റിസോഴ്സസ്, അതുപോലെ ആവശ്യമുള്ള അല്ലെങ്കിൽ മിനിമം കോസ്റ്റിൽ ഗുഡ് ക്വാളിറ്റി ഇൻപുട്സ് നമ്മൾ എപ്പോഴും കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ് സപ്ലൈ ഓഫ് ഇൻപുട്ട് കൊണ്ട് പറയുന്നത്. ദെൻ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. വേരിയസ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? വർക്ക് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സിമ്പിളായിട്ടുള്ള എന്നാൽ സ്പെസിഫിക്കും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ അപ്ലൈയിങ് കൺട്രോൾ ടെക്നിക്സ് അപ്ലൈ ചെയ്യാം. അതുപോലെ പ്ലാന്റ്, മെഷീൻസ് അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഒക്കെ ലേ ഔട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് മെറ്റീരിയൽസ് എല്ലാം ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും എല്ലാം നമുക്ക് ഒരു വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് കൊണ്ട് പറയുന്നത്. ദെൻ അത്രയാണ് നമ്മുടെ ടൂൾസ് ഇൻ പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണ്. ടെക്നോളജി ഇപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷം ഇന്ന് ഞാനൊരു മെഷീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ 2022 അക്കൗണ്ടിങ് ഇയർ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം പുതിയൊരു മെഷീൻ വന്നിട്ടുണ്ടാകും. നമ്മുടെ മാർക്കറ്റിൽ പുതിയൊരു അതേ സാധനങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ 5-6 മാസത്തിനിടയ്ക്ക് 2-3 മെഷീൻസ് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലവ് കൂടുതലാണ്. അതൊരു പ്രൊഡക്ടിവിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ അതിൻ്റെ അകത്ത് തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് വരാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ പ്ലാന്റിൻ്റെ സൈസസ് വലുതാക്കേണ്ടി വരുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും നമ്മുടെ ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മൾ റിസർച്ച് നടത്തി അതിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കണം. പിന്നെ പ്ലാന്റ് ആൻഡ് ജോബ് ലേ ഔട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഡിസൈൻസ്, അതിൻ്റെ ഓരോ മെഷീൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ ഡിസൈന് ചിലപ്പോൾ അത് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ അത് ബാധിച്ചേക്കാം. ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്സസ്, അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ പ്രോസസ്സസ് അല്ല യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി സ്ലോ ആയേക്കാം. അതുപോലെ പവർ ആൻഡ് റോ മെറ്റീരിയൽസ് എക്സെട്ര, എന്താണ് പവറും റോ മെറ്റീരിയൽസും ഒക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അതും നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കാം. അതുപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അല്ല യൂസ് ചെയ്യുന്നത് എങ്കിലും നമ്മുടെ ടൈം വേസ്റ്റ് ആവാനും മാൻ പവർ വേസ്റ്റ് ആവാനും അതുപോലെ വേസ്റ്റേജും സ്പോയിലേജസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ രണ്ടാമത് പറയുന്ന ഫാക്ടർ അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റിയാണ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ്. അതിൽ പറയുന്നത് എന്താണ്? നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വർക്കേഴ്സിൻ്റെ സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, നോളജ് ഒക്കെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സാണ് പറയുന്നത്. എന്താണ്? അതോറിറ്റി ഡീസെൻട്രലൈസേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫേമിൽ മാനേജർ പറയുന്ന അനുസരിച്ച് എല്ലാം അങ്ങ് ചെയ്യും, അല്ലാതെ വേറൊരു പരിപാടിയും നടക്കില്ല എന്നുള്ളൊരു സെറ്റപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെ കയ്യിൽ ഇതിലും നല്ല ഐഡിയാസ് ഉണ്ടാകും. അതൊക്കെ നമുക്ക് എന്താ പറയുക വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ വർക്ക് എൻവയോൺമെൻറ്റ്, എന്താണ് ഫിസിക്കലായിട്ടും എൻവയോൺമെൻ്റ് ആയിട്ടുമുള്ള ഒരു ഗുഡ് എൻവയോൺമെൻറ്റ് ഫോർ വർക്കിംഗ് എപ്പോഴും ഇല്ല എങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു അതർ ഫാക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ഫാക്ടർ, മാനേജറിയൽ ഫാക്ടർ ആൻഡ് ഗവൺമെൻറ് പോളിസി. നമുക്കറിയാം നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിക് ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാം. ഇപ്പോൾ നമുക്കറിയാം മഴ, ഫ്ലഡ് അതുപോലെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാം. മാനേജീരിയൽ ഫാക്ടേഴ്സ്, മാനേജേഴ്സിൻ്റെ എന്താ പറയുക എബിലിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കുറവാണ് എങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാം. ദെൻ ഗവൺമെൻറ് പോളിസീസ് നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഇത് രണ്ടും ഒന്നല്ല, ദേ ആർ നോട്ട് സിനോണിംസ്.
പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വാല്യൂ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് ഗുഡ്സ് ഓർ സർവീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു ഒരു പീരീഡ് ഓഫ് ടൈമിൽ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫേം, അല്ലെങ്കിൽ ഒരു എക്കണോമി എത്ര വാല്യൂ, അല്ലെങ്കിൽ എന്തോരം അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട് നമ്മുടെ എത്ര വോളിയം ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ ഉണ്ടാക്കിയ റിസൾട്ട് എന്താണെന്നുള്ളതാണ് പ്രൊഡക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രൊഡക്ടിവിറ്റി അങ്ങനെയല്ല പറയുന്നത്, വോളിയം ഒന്നുമല്ല, ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ് പ്രൊഡക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വോളിയം ഓഫ് ഗുഡ്സ് ഓരോ വർക്കറും അല്ലെങ്കിൽ ഓരോ ഫേമും അല്ലെങ്കിൽ ഓരോ എക്കോണമിയും ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രൊഡക്ഷൻ പറയുന്നത്. എന്നാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണ് പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അതാണ് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി കുറേ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേഷൻ്റെ ആണ്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. സോറി, എന്തത്? സോറി ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് TQM ബേസിക് ടൂൾസ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. TQM എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ഇതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട്. എ ഫിലോസഫി ദറ്റ് ഇൻവോൾവ്സ് എവറി വൺ ഇൻ ആൻ ഓർഗനൈസേഷൻ ഇൻ എ കണ്ടിന്യൂസ് എഫോർട്ട് ടു ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് ഇതൊരു ഫിലോസഫിയാണ്. എന്തിനു വേണ്ടി? ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും, എവ്രിബഡി ഇൻവോൾവ്സ് എവ്രി വൺ, എല്ലാവരെയും കൂടെ ഒരു മ്യൂച്വലായിട്ടൊരു എഫോർട്ടിലേക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂവൽ എഫോർട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഓർത്ത് വെച്ചോളുക. ഇതൊക്കെ 1 മാർക്കിനോ അല്ലെങ്കിൽ ഇപ്പോൾ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഇൻ TQM എന്തൊക്കെയാണ്? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് സപ്പോർട്ടും ആവശ്യമാണ്. അല്ലാതെ ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള ആളുകളെല്ലാം അവിടെ ക്യാബിനിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും സപ്പോർട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിന് ഒരേ സമയം നമ്മൾ ഫോക്കസ് ചെയ്യണം. അല്ലാതെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് നമുക്ക് ഓൾറെഡി നിലനിൽക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, അതുകൊണ്ട് എക്സ്റ്റേണൽ ഉള്ളവർ വേണമെങ്കിൽ വന്ന് മേടിക്കട്ടെ എന്നുള്ളൊരു ഇത് വെച്ചാൽ പോരാ. ഫോക്കസ് ഓൺ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ്, എംപ്ലോയീസിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ നിർത്തുക എന്നുള്ളതാണ്. പിന്നെ നാലാമത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് പറയുന്നത്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫേമിനൊരു അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് മാക്സിമത്തിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ സപ്ലയേഴ്സുമായിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത് പറയുന്നത്. ദെൻ ആറാമത് പറയുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷിങ് പെർഫോമൻസ് മെഷേഴ്സ് ഫോർ പ്രോസസ്സസ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സിൻ്റെയും പെർഫോമൻസിൻ്റെ മെഷേഴ്സ് നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? TQM ഫോക്കസിൻ്റെ എസെൻഷ്യൽസ് എന്താണ്? ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലീഡർഷിപ്പ്, ക്വാളിറ്റി പോളിസി, ക്വാളിറ്റി മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബാലൻസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോ ലെവൽ മാനേജ്മെൻറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട്. എംപ്ലോയീസിനെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ക്വാളിറ്റി, കോസ്റ്റ്. ദെൻ 7th വൺ ഈസ് സപ്ലയർ സെലക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ആൻഡ് 8th വൺ ഈസ് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്സ്. ഇത്രയുമാണ് എസെൻഷ്യൽസ്. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എഴുതാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ TQMന് കുറച്ച് അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണ്? സ്ട്രൈവ് ഫോർ ക്വാളിറ്റി ഇൻ ഓൾ തിങ്സ്. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ക്വാളിറ്റി മാക്സിമം ആക്കാൻ ശ്രമിക്കുക. രണ്ടാമത് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൂട്ടുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 3rd വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ് ദ പ്രോസസ് ഓർ സിസ്റ്റം ബൈ വിച്ച് പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് സിസ്റ്റമാണോ, പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്ത് സിസ്റ്റമാണോ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് വെക്കുക. പിന്നെ 4ാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 5th വൺ ഈസ് വർക്കേഴ്സ് ഇൻവോൾവ്മെൻറ്റും എസെൻഷ്യലാണ്. 6th വൺ പറയുന്നത് ഗുഡ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് ഓൺ നോളജ്, ഗ്രൗണ്ട് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് ഓൺ നോളജ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ടീം വർക്കും കോപ്പറേഷനും എൻകറേജ് ചെയ്യുക, വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ്, ഈ 7 കാര്യങ്ങളാണ് TQMൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും കൂടെ ഒരു ടീമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഒരു മാനേജീരിയൽ സെറ്റ് ഓഫ് മാനേജീരിയൽ പ്രാക്ടീസസ് ഉണ്ടാവും TQMൻ്റെ അകത്ത്. അത് നമുക്കറിയാം, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണല്ലോ, അപ്പോൾ മാനേജീരിയൽ പ്രാക്ടീസസ് ഉണ്ടാവും. ദെൻ തേർഡ് വൺ എന്താണ്, വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. ഇനി TQMൻ്റെ ഒരു ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് TQM എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാപ്പനീസ് അപ്രോച്ചാണ്. ഈ ടീം കൊണ്ട് നമ്മൾ റിഫർ ചെയ്യുന്നത് ക്വസ്റ്റ് ഫോർ ക്വാളിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ, ക്വാളിറ്റി മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ത്വര ആണ് എന്താ പറയുക TQM കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ, TQM ഈസ് എ പ്രോസസ് ദാറ്റ് അണ്ടർലൈൻസ് ദി ത്രീ ഫിലോസഫീസ്. TQMൻ്റെ അത് 3 ഫിലോസഫീസ് ആണുള്ളത്. ഒന്നാമത് നെവർ എൻഡിങ് പുഷ് ടു ഇംപ്രൂവ്, അതായത് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുഷ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻവോൾവ്മെൻറ്റ് ഓഫ് എവറി എംപ്ലോയി, എല്ലാ എംപ്ലോയീസും, മാനേജർ തൊട്ടൊരു ലോ ലെവൽ ഡെയിലി വേജ് എംപ്ലോയി തൊട്ട് എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തേർഡ് വൺ ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഈ 3 ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടാണ് TQM മുന്നോട്ട് പോകുന്നത്. എന്താണ്, നെവർ എൻഡിങ് പുഷ് ടു ഇംപ്രൂവ്, അതുപോലെ തന്നെ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എവറി എംപ്ലോയി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് 3ഉമാണ് TQMൻ്റെ അണ്ടർലൈങ് 3 ഫിലോസഫീസ്. ദെൻ നമ്മൾ പറയുന്നത് TQMൻ്റെ അകത്തൊരു കുറച്ച് നമ്പർ ഓഫ് അതർ എലമെൻസും ഉണ്ട്. അതെന്താണ്, ടീം അപ്രോച്ച്, നമുക്കറിയാം ടീം വർക്ക്, എംപ്ലോയി എംപ്രൂവ്മെൻറ്റ്, എംപ്ലോയീസിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ അനുസരിച്ചല്ല, നിലവിലുള്ള ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഡിസിഷൻസ്. അതുപോലെ തന്നെ എല്ലാ ക്വാളിറ്റി ടൂൾസിനെ കുറിച്ചും നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ദെൻ നമ്മുടെ എല്ലാ സോഴ്സിൽ നിന്നും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ സപ്ലയേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യമാണ് TQMൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് വീണ്ടും 2 പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും തന്നെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. TQMനെ കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും ഇത്രയൊക്കെ എഴുതാനുള്ളൂ. ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് പറയുന്നത് IOS സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. നമ്മളിത് കേട്ടിട്ടുണ്ട്, IOS സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IOS സർട്ടിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ഇതെന്താണ്, IOS എന്ന് പറഞ്ഞ് ISO എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ്. ഒത്തിരി ഇൻ്റർനാഷണൽ ബിസിനസ്സുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒത്തിരി ഇൻ്റർനാഷണൽ ബിസിനസ്സുകളുടെ ക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഇത്. 1987 ISO അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ 9000 സർട്ടിഫിക്കറ്റ് നിലവിൽ വന്നത്. ISO 9000 സർട്ടിഫിക്കറ്റ് നിലവിൽ വന്നത് 1987. അതുപോലെ തന്നെ 2 വെൽ നോൺ ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ISO 9000ഉം ISO 14000ഉമാണ്. ISO 9000 എന്താണ് പറയുന്നത്, ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. എന്നാൽ ISO 14000 പറയുന്നത് എന്താണ്, മിനിമൈസേഷൻ ഓഫ് ഹാംഫുൾ എഫക്റ്റ് ഓൺ ദ എൻവയോൺമെൻ്റ് ആണ്. 9000 അകത്ത് ക്വാളിറ്റി മാനേജ്മെൻറ്റും 14000 അകത്ത് എൻവയോൺമെൻറ്റൽ എന്താ പറയുക, മിനിമൈസേഷൻ ഓഫ് ഹാംഫുൾ എഫക്റ്റ് ഓൺ ദ എൻവയോൺമെൻറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും എന്താ പറയുക, ഏകദേശം IOS 9000 ഏകദേശം 91 രാജ്യങ്ങൾ കമ്പോസ് ചെയ്തെടുത്തതാണ് IOS 9000. ഏകദേശം 90ഓളം രാജ്യങ്ങൾ ഈ IOS 9000 നാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IOS സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണിയുള്ള, നല്ല പൈസ ചിലവുള്ള ഒരു ഏർപ്പാടാണ്. അതുപോലെ ഒരു IOS സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് അല്ല, അതിൻ്റെ അകത്ത് നടക്കുന്ന A to Z കാര്യങ്ങൾ, ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതും ഇൻസ്റ്റാൾ മെക്കാനിസംസും എല്ലാം A to Z ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കേണ്ടി വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റവും പ്രൊസീജിയേഴ്സും എല്ലാം IOS 9000 സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അനലൈസ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഒരു ഫേമിൻ്റെ എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ISO സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ISO 9000 ഭാഗമായിട്ട് വരുന്ന വേറെ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ആണ്. ISO 9001, 9002, 9003, 9004 ഒക്കെ ഇതുപോലെ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ISO 9000 സീരീസിൽ പെടുന്നതാണ് ഇവയെല്ലാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി സിസ്റ്റം ആണ് പറയുന്നത്. അതിൽ ISO 9001 പറയുന്നത് എന്താണ്? ക്വാളിറ്റി അഷുറൻസ് ഇൻ ഡിസൈൻ, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസിങ്. ഡിസൈൻ, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസ് ആണ് 9001 വരുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ്റെ ക്വാളിറ്റി അഷുറൻസ് ആണ് 9002 വരുന്നത്. അതുപോലെ തന്നെ ഫൈനൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റിൻ്റെ അഷുറൻസ് ആണ് 9003 മോഡലിനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്വാളിറ്റി സിസ്റ്റത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. ക്വാളിറ്റി സിസ്റ്റം എന്ന ടോപ്പിക്കിൽ വരുന്ന എന്താണ്? 9001 ഡിസൈൻ, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസ് എന്നീ 4 കാര്യങ്ങളുടെ ക്വാളിറ്റി അഷുറൻസ് ആണ് 9001 മോഡലിൽ വരുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ്റെ ക്വാളിറ്റി അഷുറൻസ് ആണ് 9002 മോഡലിൽ വരുന്നത്. അതുപോലെ ഫൈനൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് റിസൾട്ട് ആണ്, അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് ആണ് 9003 മോഡലിൽ വരുന്നത്. പിന്നെ ഗൈഡ് ലൈൻസ് ഫോർ യൂസ് ആണ് പറയുന്നത്. എന്താ പറയുക, 9000 ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെലക്ഷൻ ആൻഡ് യൂസ്, ഗൈഡ് ലൈൻസ് ഫോർ സെലക്ഷൻ ആൻഡ് യൂസ് ആണ് 9000. ദെൻ 9004 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി സിസ്റ്റം എലമെൻസിനുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇതിൻ്റെ അകത്ത് 9004 വരുന്നത്. ഇതിൽ നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് നമുക്ക് പഠിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IOS 9000 ഫോം ചെയ്യുന്ന ഒരു 8 ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു മാനേജ്മെൻറ്റിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് സാധ്യമാകണം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും നമ്മൾ ഫാക്ച്വൽ അപ്രോച്ച് ആയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. ദെൻ നാലാമത് പറയുന്നത് എന്താണ്? സപ്ലയറും പ്രൊഡ്യൂസറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അഞ്ചാമത് പറയുന്ന കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കണം നടക്കുന്നത്. ആറാമത് പറയുന്ന ഗുഡ് ലീഡർഷിപ്സ് ഉണ്ടായിരിക്കണം നമ്മുടെ ഫേമിൽ. ദെൻ 7th വൺ പീപ്പിൾ ഇൻവോൾവ്മെൻറ്റ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് പറയുന്നത്. എട്ടാമത് പ്രോസസ്സ് അപ്രോച്ച്, അതായത് നമ്മുടെ ഓരോ പ്രോസസ്സും നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായ പ്രോസസ്സുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം നമുക്ക് നമ്മുടെ ബിസിനസ്സിനോട് ഉണ്ടായിരിക്കേണ്ടത്. ഈ 8 പ്രിൻസിപ്പിൾസാണ് IOS 9000 ഫോം പ്രകാരം ക്വാളിറ്റി മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓർമ്മയിൽ വെച്ചാൽ ഈ സത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ IOS മാത്രമാണ് നമ്മൾ കുറച്ച് ബൈഹാർട്ട് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ഗൈസ്, സ്റ്റഡി വെൽ, എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്യുക. ഇനി കുറച്ച് സമയമേ ഉള്ളൂ ഡിസംബറിലെ എക്സാമിന്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വോയിസ് ആയിട്ട് നമുക്ക് റിപ്ലൈ തന്നാൽ മതിയല്ലോ, അത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്.